പഴുതാണ്, നിശയുടെ നിശബ്ദതയാണ്. പടച്ച തമ്പുരാന്റെ മുമ്പിലേക്ക് അല്ലാഹുവേ ഞങ്ങളിതാ പുതിയ ജീവിതത്തിലേക്ക് കടക്കുന്നു. അല്ലാഹ് ഞങ്ങളിതാ ദമ്പതികളായിരിക്കുന്നു, ഭാര്യ ഭർത്താക്കന്മാരായിരിക്കുന്നു. പടച്ചവനെ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് 2 റക്അത്ത് ഇമാമ ജമാഅത്തുമായിട്ട് ഭാര്യയും ഭർത്താവും നിസ്കരിച്ചിട്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ മുമ്പിലേക്ക് കൈനീട്ടി ദുആ ചെയ്യേണ്ട സമയത്ത് നമ്മളിവിടെ പുതിയാപ്പിളയും പുതുമണവാട്ടിയും പുറത്തേക്ക് ഇറങ്ങി കൊണ്ടുവരുന്നു. അർദ്ധരാത്രി 2 മണിയുടെ സമയം. എന്നിട്ട് നമ്മൾ ദോശ ഉണ്ടാക്കിപ്പിക്കുന്നു, നമ്മൾ ചായ തിളപ്പിക്കുന്നു, നമ്മൾ റീൽസ് ഉണ്ടാക്കുന്നു. ഉത്തമ സമുദായത്തിന്റെ മക്കള്, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ മക്കള്, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചെല്ലുന്ന മക്കള്, മദ്രസയിൽ പഠിച്ച മക്കള്, മഹല്ലിൽ അംഗത്വമുള്ള മുസ്ലിമിന്റെ മക്കള്, ഇനി മരിച്ചാൽ ഈ പള്ളിക്കാട്ടിൽ കൊണ്ടുവന്ന് കബറടക്കേണ്ടുന്ന മുസ്ലിമായ മക്കള് വന്നിട്ട് റീൽസ് ഉണ്ടാക്കി കളിക്കാണ് ഏത് സമയത്ത് പടച്ച തമ്പുരാന്റെ മുമ്പിൽ ദുആ ചെയ്യേണ്ട സമയം. അല്ലാഹുവേ പുതിയ ജീവിതത്തിലേക്ക് ഞങ്ങൾ കടക്കുന്നു. റബ്ബേ നീ ഞങ്ങൾക്ക് ബറക്കത്ത് ചെയ്യണേന്ന് അല്ലാഹുവിന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി ദുആ ചെയ്യേണ്ട സമയമാണ്. മണിയറയിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തന്നിട്ടുണ്ട് സഹറ ബത്തൂൽ ഫാത്തിമ റളിയല്ലാഹു അൻഹാ. അറേബ്യയുടെ മരുഭൂമിയിൽ ഒരു മണിയറ ഒരുങ്ങുന്നുണ്ട്. ഫാത്തിമ ബീവിയുടെ നിക്കാഹിന് അലിയാർ നിങ്ങൾ മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ ഫാത്തിമ ബീവി കരയുകയാണ്. അലിയാർ തങ്ങൾ ചോദിക്കുന്നു, എന്റെ ഫാത്തിമ, നിന്റെ വരനായിട്ട് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് കൊണ്ടാണോ ഫാത്തിമ നിങ്ങൾ കരയുന്നത്? ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹ മറുപടി പറഞ്ഞു, ഞാൻ കരയാനുള്ള കാരണം നിങ്ങളെ ഇഷ്ടപ്പെടാത്തതല്ല. ആളിന്റെ വാഴ്ത്തല കൊണ്ട് വിരേതിഹാസം വിധിച്ച അലിയാർ തങ്ങളെ നിങ്ങളെ ഇഷ്ടപ്പെടാത്തത് കൊണ്ടല്ല ഞാൻ കരയുന്നത്. മറിച്ച് ഈ മണിയറയുടെ ഉള്ളിൽ കുറച്ചു സമയം ഞാനിങ്ങനെ ഒറ്റയ്ക്കിരുന്നപ്പോ ആരോരുമില്ലാതെ നിങ്ങളെ കാത്തുകൊണ്ട് ഞാനിവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് കിടക്കേണ്ട എന്റെ കബറ് ഞാൻ ആലോചിച്ചു പോയി. അങ്ങനെ എന്റെ കബർ ആലോചിച്ചിട്ട് ഞാനിനി അതാ ഒറ്റയ്ക്കെന്റെ കബറിൽ കിടക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആ ആലോചന കൊണ്ടാണ് ഞാനിങ്ങനെ കരഞ്ഞത് എന്ന് പറയുമ്പോ ധീരനും വീരനുമായ അലിയാരങ്ങളും കരയുകയാണ്. ഭാര്യയുടെ വർത്തമാനം അലിയാരങ്ങളുടെ ഹൃദയത്തിലേക്ക് പതിക്കുകയാണ്. കാരണം അഷ്റഫുൽ ഖൽഖ് എന്ന പിതാവ് തെരഞ്ഞെടുത്തത് ദീനുള്ള യുവാവിനെയാണ്, ദീനുള്ള ചെറുപ്പക്കാരനെയാണ്. ഫാത്തിമത്തു സഹറായുടെ കൂടെ അലിയാരങ്ങളും കരയുന്നു. ഒരുമിച്ച് കിടന്നുറങ്ങേണ്ട വിരിപ്പിൽ ഒന്നിച്ച് കിടക്കേണ്ടുന്ന വിരിപ്പിൽ നിന്ന് വിരിപ്പ് വിട്ടെഴുന്നേൽക്കുന്നു ഫാത്തിമത്തു സഹറ. ഫാത്തിമത്തു സഹറായും അലിയാരങ്ങളും തങ്ങളുടെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് പാതിരാവിന്റെ പഴുതില് പടച്ചറപ്പിലേക്ക് തിരിയുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിലേക്ക് നിസ്കരിക്കുന്നു, ദുആ ചെയ്യുന്നു. മണിയറയിൽ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരുന്നത് ആരാണെന്നറിയോ? ഇനി പെണ്ണിന്റെ പുറകെയാണ് നാരികൾ ഒന്നടങ്കം, പെണ്ണുങ്ങൾ ഒന്നടങ്കം സ്വർഗത്തിലേക്ക് പോകേണ്ടത്. ആ പെണ്ണ് പോയിട്ട് പറയും, സ്വർഗത്തിലെ ഹൂറുലീങ്ങളായ പെണ്ണുങ്ങള് നിങ്ങൾക്കെന്ത് സൗന്ദര്യമാ ഉള്ളതെന്ന് ദുനിയാവിലെ പെണ്ണുങ്ങളോട് ചോദിക്കുമ്പോ ഫാത്തിമത്തു സഹറ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നോമന മകള് പോയിട്ട് പറയും, നഹനു സ്വല്ലിയാതു സ്വല്ലിയാതു നഹനു സ്വാദിമാതു സ്വാദിമാതു. ജിബ്രീൽ പോലും അന്തം വിട്ടുപോയിട്ടുള്ള ഭംഗിയുടെ ഉറവിടങ്ങളായ ഹൂറുലീങ്ങളായ പെണ്ണുങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു കുറച്ച് സൗന്ദര്യം തന്നിട്ടുണ്ടാകും, പക്ഷേ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് വേണ്ടി സുജൂദ് ചെയ്തവരാ ഞങ്ങൾ പടച്ച തമ്പുരാന് വേണ്ടി നോമ്പെടുത്തവരാ. ഞങ്ങളുടെ മഹത്വമൊന്നും നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിട്ട് ഈ ദുനിയാവിലെ പെണ്ണുങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ മുന്നിൽ നിൽക്കും ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹാ. ആ ഫാത്തിമത്തു സഹറയുടെ മണിയറയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ മക്കള് ഇന്നത്തെ തലമുറയുടെ മണിയറയുടെ വിവരമാണ് റീൽസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് എന്താകണം? ഉത്തമ സമുദായം, ഉത്തമ ദാമ്പത്യം, ഉത്തമ കുടുംബം, ഉന്നത കുടുംബം, സ്വർഗത്തിലേക്ക് എത്തണം. ആലോചിച്ച് നോക്കണം. ഈ ഫാത്തിമത്തു സഹറ നാളെ കുടുംബത്തോടൊപ്പം കടന്നു ചെല്ലും സ്വർഗത്തിന്റെ സുന്ദരമായ സോപാനങ്ങളിലേക്ക്. എന്നാൽ ഈ തരത്തിലുള്ള കാട്ടിക്കൂട്ടലുകളിലൂടെ നമ്മൾ എവിടെ എത്തും? വലിയൊരു ചോദ്യചിഹ്നം നമ്മുടെ മുമ്പിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വെച്ചത്, മൻ തസവ്വജ ബിംറാത്തിൻ ഫഖദ് അഹറസ സുൽസൈ ദീനിഹി. ഏതെങ്കിലും ഒരുത്തൻ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചാൽ അവൻ ദീനിന്റെ 2/3 ഭാഗം സൂക്ഷിച്ചു.
ഇനി ദീനിന്റെ 1/3 ഭാഗം മാത്രമേ അവർ സൂക്ഷിക്കാനുള്ളൂ. അത് ദീനുള്ള പെണ്ണാണ്. ഇനി ദീനിന്റെ 1/3 ഭാഗം മാത്രം സൂക്ഷിച്ചാൽ മതി. എന്നാൽ ഇന്ന് കല്യാണത്തിലൂടെ ദീനിന്റെ 3/3 നഷ്ടപ്പെടുന്നു. ദീനിന്റെ 2/3 സൂക്ഷിക്കേണ്ട വിവാഹമാണ് അള്ളാന്റെ റസൂല് പരിചയപ്പെടുത്തിയത്. പക്ഷേ ദീനിന്റെ 2/3 ഭാഗവും സംരക്ഷിക്കപ്പെടേണ്ടുന്ന വിവാഹം നമ്മൾ ഇന്ന് നടത്തിയെടുത്ത് വരുമ്പോ ദീനിന്റെ 3/3 നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാകും.